ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭ. പണ്ടത്തെ ഒരു അഡ്വർടൈസ്മെൻ്റാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ അഡ്വർടൈസ്മെൻറ്റ് പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഫോണിൽ അവരുടെ ഒരു മെസ്സേജ് വന്നു. കസാന ഓൾഡ് ഗോൾഡ് എന്താ പറയുക, എക്സ്ചേഞ്ച് മേള എന്നും പറഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ എനിക്കും വന്നപ്പോഴത്തേക്കാണ് ഞാൻ നോക്കിയപ്പോൾ കസാന ജ്വല്ലറിയിൽ മെസ്സേജാണ് എന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു ഇത് വന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ അപ്പോഴത്തേക്ക് പഴയ ഒരു പാട്ട് എനിക്ക് ഓർമ്മയുണ്ട്, കസാന ജ്വല്ലറിയുടെ. കേരളത്തിൽ കസാന ജ്വല്ലറി ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ തമിഴ്നാട്ടിൽ പുരുഷവക്കത്തുണ്ട്. പുരുഷവക്കം ഞാനപ്പോഴത്തേക്ക് ജ്വല്ലറിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. കസാന ജ്വല്ലറിയിലല്ല, അത് നാത്തല്ല ജ്വല്ലറിയിലായിരുന്നു. എല്ലാവരും ഭയങ്കര മത്സരമായിരുന്നു. പുരുഷവക്കം പിന്നെ പുരുഷവക്കത്ത് എന്താന്ന് നമ്മുടെ മേടവക്കം പോകുന്ന റൂട്ട്, മേടവക്കമല്ല സോറി, ശോകം ബാബുശില റൂട്ടായിരുന്നു അത്. NM റോഡ് അവിടെ ആയിരുന്നു അതിൻ്റെ ഒരിത്. അപ്പോൾ ആ പാട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അഴകഴകായി അത്ഭുതമായി അതിശയമായി വ്യത്യാസമായി നിശ്ചയമായി കസാന. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവരുടെ ആ പരസ്യം. എൻ്റെ കൊച്ചിലെ ഞാൻ കേട്ടിട്ടില്ല. അപ്പം ഞാൻ അത് എന്താ പറയുക, എത്രയില്ല, 9 8 അങ്ങോട്ട് പഠിക്കും, 7 8 അങ്ങോട്ട് പഠിക്കുക ഈ പാട്ടിറങ്ങുമ്പോൾ. 7 ഈ പാട്ടിറങ്ങുമ്പോൾ ഞാൻ 7ാം ക്ലാസ്സിലായിരുന്നു. അപ്പോൾ അന്ന് മുതലേ ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. എനിക്കൊരാഗ്രഹം കണ്ട് ഞാൻ കസാന ജ്വല്ലറിയിൽ നിന്ന് സ്വർണ്ണക്കമ്മൽ വരെ മേടിച്ചു. ഞാനൊരു ജ്വല്ലറിയിലാണ് നിൽക്കുന്നത്. എന്നിട്ട് ആ യൂണിഫോമൊക്കെ മാറ്റിയിട്ട് സാധാ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ ചെന്ന് കസാന ജ്വല്ലറിയിൽ നിന്ന് ഒരു സ്വർണ്ണക്കമ്മൽ ഞാൻ മേടിച്ചിരുന്നു. അവിടുത്തെ പിന്നെ ഓഫർ കാർഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ അടുത്ത സമയം വരെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പാട്ട് കേട്ടിട്ടുള്ളവർ അതിനൊരു ഇത് തരണേ, മെസ്സേജ് അയക്കണേ കേട്ടിട്ടുള്ളവർ. ഓക്കെ, ബൈ.